വൈ ജോഡി കേസ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എന്താണ് ജോഡി കേസിൽ ഭയങ്കര അത് ഡോക്യു ചെയ്യാന്നുള്ള കാരണം? 2019 സംതിങ് ആണ്. അപ്പം എൻ്റെ വൈഫ് അന്ന് എന്നെ നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ രാത്രിയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒരു സ്റ്റോറി ബ്രേക്ക് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കേൾക്കണ്ട. കാരണം എനിക്കത് അന്ന് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഇനി അത് കേട്ട് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഒരു വൈകുന്നേരം 5 മണി ആ സമയമൊക്കെ ആകുമ്പം 6 മണിയാകുമ്പോൾ ഞാൻ പറയും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്ന് പറയും. കാരണം അതൊക്കെ ലൈക്ക് കഴിഞ്ഞിട്ട് അത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്താണ് ഉറക്കം പോകും അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യും എന്നുള്ളൊരു സ്റ്റേജൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നാൽ പോലും എനിക്ക് ആ സ്റ്റോറി ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു. രണ്ട് ഭാഗങ്ങളിലേക്കുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം. കഥ എഴുതിയപ്പോൾ തന്നെ ആൾക്കാർക്ക് ഫാസിനേഷൻ തോന്നുന്നൊരു അപ്പം ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് എനിക്ക് വേറെ പേരുകളൊന്നും വന്നില്ല. ചേച്ചിയുടെ പേര് തന്നെയാണ് വന്നത്. നിനക്കിഷ്ടമുള്ളടത്ത് നിനക്ക് പോവാം, എൻ്റെ മോൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം. എൻ്റെ ഡെഫിനറ്റ്ലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ട്രസ് ആയിരുന്നു ചേച്ചി. പബ്ലിക്കിൻ്റെ ഇടയിൽ അത്രയും ഒരു സ്ഥാനമുള്ള ഒരാളാണ്. പിന്നെ നമ്മൾ ഇപ്പം മിഥുനമാണെങ്കിലും അല്ലെങ്കിൽ തലണമന്ത്രം അല്ലെങ്കിൽ ആ സമയത്ത് എത്രയോ ഫിലിംസ് ഉണ്ട് ലൈക്ക് ഐക്കോണിക് ക്യാരക്ടേഴ്സും. നമുക്ക് ആ യോധ ഇപ്പം വളരെ ചെറിയ വേഷത്തിലാണ് ചേച്ചി വന്നു പോകെങ്കിൽ അതൊക്കെ ഭയങ്കര നമുക്ക് ഇപ്പോഴും കണ്ട് നമ്മൾ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. ശരിക്കും ഈ അഞ്ജു ലീലാമ്മയും തമ്മിലുള്ള ഒരു റിലേഷനിൽ ശരിക്കും ഈ ഭയങ്കര ഒരു വെർബലായിട്ട് ഭയങ്കര ലൗഡ് ഫൈറ്റുകൾക്കുള്ള സാധ്യതകളുണ്ട് ശരിക്കും സിനിമയിൽ. പക്ഷെ എവിടെയും അവർ തമ്മിൽ അങ്ങനത്തെ ഒരു ഫൈറ്റിൽ ഇമോഷണൽ ആയിരിക്കണം നിർബന്ധമുണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഇമോഷനിൽ കൂടെ പോകണം നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് നടക്കുന്നത് ഒരു സാധാരണ സർക്കംസ്റ്റൻസിലല്ല. അഞ്ജുവിന്റെ ക്യാരക്ടർ ഭയങ്കര കോംപ്ലക്സ് ആണ്. പക്ഷെ എന്നാലും ഈ എത്രത്തോളം ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഈ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള 2 ആക്ടേഴ്സാണ്. അപ്പം അവർ വന്ന ക്യാരക്ടേഴ്സിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളും അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പം പിന്നെ നമ്മൾ വളരെ കുറച്ച് ഡയറക്ഷൻസ് കൊടുത്താൽ മതി. സാധാരണ മനുഷ്യന് സാധാരണ സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അവരും റിയാക്ട് ചെയ്യുന്നത്. ഈ മ്യൂസിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ രണ്ട് വർക്കുകളും. അപ്പം ഇതിവിടെ ഒരു ഇമോഷനാണ് നമ്മൾ വിചാരിക്കുന്നത്. സുഷിൻ പറയും അത് വർക്കാവുന്നില്ലെങ്കിൽ സുഷിൻ അത് പറയും എനിക്ക് ആ ഇമോഷൻ കിട്ടുന്നില്ല എന്ന് പറയും. നമ്മൾ വീണ്ടും തിരിച്ചു പോയിട്ട് അത് വീണ്ടും ഒന്ന് എഡിറ്റ് ചെയ്യും. പിന്നെ ഭയങ്കര ലോങ് ഒരു ജേർണി ആയിരുന്നു. 2016 എഴുതാൻ തുടങ്ങിയിട്ട് ഫൈനലി 2024 ഫിലിം റിലീസ് ആവുന്നത്. 8 years എടുത്തു ആ സിനിമ. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് വി ഹാവ് ക്രിസ്റ്റോ ടോമി. സോ ഉള്ളൊഴുക്കുന്ന സിനിമയുടെ ഡയറക്ടറാണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് കോലിളക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കറിയാൻ സൈനയുടെ കൂടെ മേക്കറാണ്. സോ ലെറ്റ് മീ വെൽക്കം ക്രിസ്റ്റോ. താങ്ക്സ്. ഈ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടല്ലോ, ഈ ആളുകളോട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് നിൽക്കുന്ന സ്റ്റോറീസിലാണല്ലോ ക്രിസ്റ്റോ ഇസ് നോൺ ഫോർ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും. അപ്പോൾ ഇമോഷണലി ശരിക്കും റിയൽ ലൈഫിൽ എത്രത്തോളം ഈ കണക്ഷൻസും അല്ലെങ്കിൽ റിലേഷൻസിനൊക്കെ ഭയങ്കര സിക്നസ് ഉള്ള ആളാണ്? അല്ല, ഞാൻ ബേസിക്കലി ഈ ഫിലിം ഇപ്പം ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ട് വളർന്ന ഒരു സ്ഥലമാണ് കുട്ടനാട്. അവിടെ എൻ്റെ അമ്മയുടെ വീട് മുട്ടാറാണ്. അപ്പോൾ ആ വീട്ടിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം ഈ അവിടുത്തെ കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഇതിലെ ക്യാരക്ടേഴ്സിനുണ്ട്. അപ്പം ഞാൻ കണ്ടു വളർന്ന ഒരു സ്ഥലവും ജീവിതവും ഒക്കെയാണ് അവിടെ. അപ്പം പിന്നെ ചെയ്ത സിനിമകളൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു എന്താണ് പാർട്ടിയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളതാണ്. ഇപ്പം കന്യകയാണെങ്കിൽ ഞാൻ കോൺവെന്റ് സ്കൂളിലൊക്കെയാണ് പഠിച്ചതും ഒക്കെ. അപ്പോൾ അവിടെ നിന്ന് ഇൻഫ്ലുവൻസ് ആണ് കന്യക. കാമുകിയും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഫ്രണ്ട്സിൻ്റെ കേട്ട് മറന്നതും ഒക്കെ ഉണ്ടായ ഇൻസിഡൻസിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആണത്. അപ്പോൾ അങ്ങനെ എന്താണ് ഇതുവരെ ചെയ്ത സിനിമകളൊക്കെ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ഒരു ലൈഫിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഈ കന്യകയിൽ ശരിക്കും ഒരു ഉർവശി മാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭയങ്കര സോളാണല്ലോ. കാരണം ഈ രണ്ട് ഭാഗങ്ങളിലേക്കുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഉർവശിയ. അപ്പോൾ ഈ റിയൽ ലൈഫിൽ ഉർവശി ഫാൻ ബോയ് ആണോ ശരിക്കും? അല്ല, നമ്മൾ എനിക്ക് തോന്നുന്നു 80s 90s അല്ലെങ്കിൽ 90s നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്കും എന്താണ് ചേച്ചി എന്ന് പറഞ്ഞ ഒരു എന്താണ് ഒരു നമ്മുടെയൊക്കെ ലൈഫിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ ഒരു ഫാമിലിയിൽ ഒരാളെ പോലെ ആയിരിക്കും നമ്മൾ കാണുക. കാരണം അത്രയും ഫിലിംസിൽ നമ്മൾ കണ്ടിട്ട് നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആക്ട്രസ് ആയിരുന്നു. എൻ്റെ ഡെഫിനറ്റ്ലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ട്രസ് ആയിരുന്നു ചേച്ചി. അപ്പം എന്താണ് ചേച്ചിയോട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രീം കം ട്രൂ ആണ്. അപ്പോൾ ആദ്യത്തെ ഫിലിമിൽ തന്നെ അതുപോലെ തന്നെ പാർവതിയും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുള്ളൊരു ആക്ടറാണ്. അപ്പോൾ ഫസ്റ്റ് ഫിലിമിൽ തന്നെ അവരുടെ രണ്ടുപേരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഭയങ്കര സന്തോഷമാണ്. അപ്പം കന്യകയ്ക്കകത്താണെങ്കിലും അങ്ങനത്തെ ഒരു ആക്ട്രസ് ആയിരിക്കണമായിരുന്നു അത്. നമ്മൾ കഥ എഴുതിയപ്പോൾ തന്നെ ആൾക്കാർക്ക് ഫാസിനേഷൻ തോന്നുന്നൊരു
അപ്പം ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് എനിക്ക് വേറെ പേരുകളൊന്നും വന്നില്ല. ചേച്ചിയുടെ പേര് തന്നെയാണ് വന്നത്. ഇപ്പൊ ഈ മാമിന് ശരിക്കും പണ്ട് ഈ പറഞ്ഞ പോലെ തമിഴിലൊക്കെ ആണെങ്കിലും പണ്ട് ഈ മൈക്കിൾ മധുര കാബരസൊക്കെ കണ്ട് ആ ഫാൻ ബോയ് ആയിട്ടുള്ളവർ പിന്നീട് ഈ പറഞ്ഞ സുർ റിപ്പോർട്ടറും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനിമകളൊക്കെ നമുക്കാണെങ്കിലും വേറൊരു ടൈപ്പ് ഓഫ് ഫിലിമോഗ്രഫീസ് ഉണ്ട്. അപ്പോൾ മാമിനോട് നറേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് തോട്ട് എന്തായിരുന്നു? എങ്ങനെ ഇമ്പ്രസ് ചെയ്യിക്കുക ആ ഒരു തോട്ട് ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ കഥ പറയാനായിട്ടാണ് പോകുന്നിരിക്കുന്നത്. ഒരു സെറ്റിലാണ് ഞാൻ ചെന്ന് ചേച്ചിനെ കാണുന്നത്. എന്നിട്ട് കഥ എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് 15 മിനിറ്റിലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തു. അപ്പം സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു അതിനെപ്പറ്റി. അപ്പം ഞാനങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യാൻ നോക്കിയിട്ടില്ല. കഥ ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇഷ്ടപ്പെടുമോ എന്താ, പക്ഷേ ചേച്ചി ഞാൻ ത്രെഡ് പറഞ്ഞപ്പം തന്നെ ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ നമ്മുടെയൊക്കെ ഒരു എന്താ പറയുന്നത്, ഇപ്പം എല്ലാവർക്കും ഇപ്പം എനിക്കൊന്ന് ഷൂട്ടിംഗ് സമയത്ത് തന്നെ അവിടെ എന്താണ് ചേച്ചീനെ കാണാൻ എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അപ്പം ചേച്ചി എന്ന് പറഞ്ഞാൽ അത്രയും ഒരു എന്താ പറയുക പബ്ലിക്കിൻ്റെ ഇടയിൽ അത്രയും ഒരു സ്ഥാനമുള്ള ഒരാളാണ്. പിന്നെ നമ്മൾ ഇപ്പം മിഥുനമാണെങ്കിലും അല്ലെങ്കിൽ തലണമന്ത്രം അല്ലെങ്കിൽ ആ സമയത്ത് എത്രയോ ഫിലിംസ് ഉണ്ട്, ലൈക്ക് ഐക്കോണിക് ക്യാരക്ടേഴ്സും. നമുക്ക് ആ യോധ ഇപ്പം വളരെ ചെറിയ വേഷത്തിലാണ് ചേച്ചി വന്നു പോയെങ്കിൽ അതൊക്കെ ഭയങ്കര നമുക്ക് ഇപ്പോഴും കണ്ട് നമ്മൾ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം ഓഫ് കോഴ്സ് നമ്മൾ അങ്ങനെ എന്താണ് കണ്ടുകൊള്ളുന്ന ഒരു അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ആരാധനയോടെ നോക്കിയ ഒരാളുടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള. അല്ല, അവർക്ക് അറിയായിരുന്നു സിനിസ്റ്റാനിൽ ഫസ്റ്റ് അടിച്ചിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്? ഞാനത് കൃത്യം പറഞ്ഞോ, എനിക്ക് അങ്ങനെ കൃത്യം ഇപ്പോൾ ഓർമ്മയില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ അതിന് മുമ്പാണോ ചേച്ചീനെ കണ്ടതെന്നും എനിക്കിപ്പം അതിന് ശേഷമായിരിക്കും കണ്ടത്. പക്ഷെ ഞാനത് പറഞ്ഞിട്ടുണ്ടാവാം. എനിക്കത് കൃത്യമായ കോൺവെർസേഷൻ ഇപ്പോൾ ഓർമ്മയില്ല. ഈ ലാപ്പത്ത ലേഡീസ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണല്ലോ ഈ ലാപ്പത്ത ലേഡീസിനെ ഭയങ്കര എല്ലാവരും കണ്ടിട്ട് മറ്റേ പാസ് ചെയ്ത് പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. കണ്ടിട്ട് എല്ലാവരും നല്ല സിനിമ. അപ്പോഴാണ് ഉള്ളൊഴുക്കിന്റെ കറക്റ്റ് ഫസ്റ്റ് ലുക്കും ടീസറും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോഴാണ് ഈ രണ്ട് സിനിമകളും തമ്മിൽ അന്ന് എങ്ങനെയായിരുന്നു ആ കോമ്പറ്റീഷൻ ശരിക്കും ഉണ്ടായിരുന്നതും അതിൻ്റെ ഒരു അന്നത്തെ ഒരു ഔട്ട്ലുക്ക് ഓർമ്മയുണ്ടോ? അതെ, അന്ന് ശരിക്കും നമ്മൾ ഈ സിനിസ്ഥാൻ ഈ കോമ്പറ്റീഷൻ അനൗൺസ് ചെയ്യുമ്പം ആദ്യമായിട്ടാണ് അവർ ആ വർഷമാണ് നടത്തുന്നത്. അപ്പം എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പം നമുക്കറിയാത്തതുകൊണ്ട് ഇത് തന്നെ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിരുന്നു. അപ്പം ഫ്രണ്ട് പറഞ്ഞു അപ്ലൈ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതൊരു ഭയങ്കര സംഭവം മാറുമെന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അപ്പം പിന്നെ അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എത്രയോ സ്ക്രിപ്റ്റ്സ് വരും. അപ്പോൾ അയച്ചു, ആദ്യം സിനോപ്സ് അയച്ചു. അപ്പോൾ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെന്ന് വന്നു. അപ്പം സ്ക്രിപ്റ്റ് അയക്കണം. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് അയച്ചു. അപ്പം പിന്നെ ഇങ്ങനെ അവർ എനിക്ക് തോന്നുന്നു കുറച്ച് 2-3 മാസം കഴിയുമ്പോൾ ഇങ്ങനെ ഇടും ഷോർട്ട് ലിസ്റ്റുകൾ ചെയ്യപ്പെടും. കാരണം എനിക്കൊന്ന് 3000 അറൗണ്ട് 4000 എൻട്രീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ കുറച്ചാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ലാസ്റ്റ് 20-ലുണ്ടായിരുന്നു, 10-ലുണ്ടായിരുന്ന ലിസ്റ്റൊക്കെ അനൗൺസ് ചെയ്യും. പിന്നെ ഞാൻ ഗോവയിൽ ഫിലിം ബസാറിൽ നിൽക്കുമ്പോഴാണ് അവർ വിളിച്ചിട്ട് പറയുന്നത് എന്താണ് ഇങ്ങനെ ബോംബെയിലേക്ക് വരാൻ പറ്റുമോ, അടുത്ത വീക്ക് വരാൻ പറ്റുമോ, സിനിസ്ഥാൻ്റെ ഫൈനൽ അനൗൺസ്മെൻറ്റ് നടക്കുവാണ് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചോദിച്ചു അപ്പം പ്രൈസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ പറ്റില്ല, ഇപ്പം ഇവിടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ വരാം എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ചെന്നു. അപ്പം എനിക്ക് അപ്പോഴും പോകുമ്പോഴും അറിയില്ല പ്രൈസ് ഉണ്ടോ ഇല്ല, നമുക്ക് അറിയത്തില്ല. 5 പ്രൈസ് ഉണ്ടെന്നറിയാം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 5 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായി ഒരു പ്രൈസ് ഉണ്ടോ. പിന്നെ ആ ദിവസം മൊത്തം എനിക്കൊന്ന് പിച്ചിങ് ആയിരുന്നു. ബോംബെയിൽ ഒരുപാട് സ്റ്റുഡിയോസ് 18-20 സ്റ്റുഡിയോസ് ഉണ്ടായിരുന്നു. ധർമ്മ, എക്സല്, അങ്ങനെ ജംഗ്ലി, എനിക്കൊന്ന് ഒരുപാട് സ്റ്റുഡിയോസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു പിച്ചിങ് ആയിരുന്നു. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴാണ് അമീർ ഖാനും രാജു ഹിറാനിയും അഞ്ജുൻ രാജബലിയൊക്കെ വന്ന് ഒരു റൗണ്ട് ടേബിൾ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഓരോ സ്ക്രിപ്റ്റിനെ പറ്റിയും അവർ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഫീഡ്ബാക്ക് തന്നു. അങ്ങനെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് ശേഷം ആണ് അനൗൺസ്മെൻറ്റ് നടക്കുന്നത്. അപ്പം അതിന് ഒരുപാട് പ്രസ്സും മീഡിയയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ആ അനൗൺസ്മെൻറ്റിലാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് എന്നൊക്കെ അനൗൺസ്മെൻറ്റ് സമയത്താണ് അറിയുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു മൂമെൻ്റ് ആയിരുന്നു ശരിക്കും. ഈ സ്ക്രിപ്റ്റ് ഫിലിമിൽ എത്രത്തോളം ഈ പറഞ്ഞ മിനിക്കിൽ നടന്നിട്ടുണ്ട് സ്ക്രിപ്റ്റ് ഫിലിമിലേക്ക് വരുമ്പോൾ? സ്ക്രിപ്റ്റ് ഫിലിമിലേക്ക് വരുമ്പോൾ ഒരുപാട് കുറേയൊക്കെ നടന്നിട്ടുണ്ട്. കാരണം സ്ക്രിപ്റ്റും കുറേ സമയമെടുത്ത് എഴുതിയതാണ്. അപ്പോൾ ഓരോ ഡ്രാഫ്റ്റിലും ഒരുപാട് ചേഞ്ചസ് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സ് വന്നു കഴിയുമ്പം അവരുമായിട്ട് ഡിസ്കഷനിൽ കുറച്ച് ചേഞ്ചസ് വരും. പിന്നെ സെറ്റിൽ ഓരോ സീൻ എടുക്കുന്നതിന് മുമ്പും ചേച്ചിയുമായിട്ടും പാർവതിയുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവിടെയും ചെറിയ ചേഞ്ചസുകൾ വരും. പിന്നെ ചില സീൻസ് നമുക്ക് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് റീറൈറ്റ് ചെയ്യേണ്ടി വരും ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്.
അതുപോലെ തന്നെ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ചില ഡയലോഗ്സ് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കും, ചിലത് എഡിറ്റ് ചെയ്ത് മാറ്റും. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് സീനിൽ തന്നെ ചിലപ്പോൾ ഒരു ഡയലോഗ്സ് നമ്മൾ മാറ്റും. അങ്ങനെയൊക്കെ. അപ്പം അതൊരു എന്താണ്, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മിക്സിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഡയലോഗ് ആഡ് ചെയ്യും. അപ്പോൾ അതൊരു എന്താ പറയുന്ന ഒരു ഫൈനൽ ഫിലിം വരുന്നിടം വരെ ഈ പ്രോസസ്സ് ഓൺ ഗോയിങ് ആണ്. ശരിക്കും ഈ അഞ്ജു ലീലാമ്മയും തമ്മിലുള്ള ഒരു റിലേഷനിൽ ശരിക്കും ഈ ഭയങ്കര ഒരു വെർബലായിട്ട് ഭയങ്കര ലൗഡ് ഫൈറ്റുകൾക്കുള്ള സാധ്യതകളുണ്ട് ശരിക്കും സിനിമയിൽ. പക്ഷെ എവിടെയും അവർ തമ്മിൽ അങ്ങനത്തെ ഒരു ഫൈറ്റില്ല, ഒരു വെർബൽ എന്താ പറയുക കോൺഫ്ലിക്റ്റ് പോലും ഇവർ തമ്മിൽ ഉണ്ടാവണില്ല. എല്ലാം ഈ ഇമോഷനിലൂടെയും അല്ലെങ്കിൽ ഇവർ നേരെ നോക്കിയുള്ള കോൺവെർസേഷൻസ് പോലും ഭയങ്കര കുറവാണ്. എങ്ങനെ ശരിക്കും അങ്ങനെ ഒരു ഇത് വേണം, കാരണം വലിയൊരു സാധ്യത ഇപ്പുറത്തുള്ളപ്പോൾ അത് വേണം, നമുക്ക് ഇമോഷണലി തന്നെ അത് ഡ്രിവൺ ആയാൽ മതി എന്നുള്ളൊരു കോൺഷ്യസ് ഡിസിഷൻ വരാനുള്ള ഒരു കാരണം? അല്ല, എനിക്ക് ഫിലിം എന്താണ് ഇമോഷണൽ ആയിരിക്കണം നിർബന്ധമുണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഇമോഷനിൽ കൂടെ പോകണം നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് നടക്കുന്നത് ഒരു സാധാരണ സർക്കംസ്റ്റൻസിലല്ല. ഒരു മരണ വീട്ടിൽ ഒരു വെള്ളപ്പൊക്ക സമയത്ത് അടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് മൊത്തം അൺഫോൾഡ് ചെയ്യുന്നത്. അപ്പം ഇതിൽ റിയാക്ട് ചെയ്യുന്ന ലീലാമ്മയാണെങ്കിലും ഒക്കെ ഒരു ഗ്രീഫിലാണ് നിൽക്കുന്നത്. അപ്പം ഒരു സാധാരണ മനുഷ്യന് സാധാരണ സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അവരും റിയാക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ക്യാരക്ടറിനും ഒരു പ്രത്യേക വിഷനും ഒരു പ്രത്യേക കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അവർക്കും അങ്ങനെ എന്താണ് റിയാക്ട് ചെയ്യാനാണ് അവരും പ്രേരിപ്പിക്കപ്പെടുന്നത്. അപ്പം ആ ക്യാരക്ടറിനെ എന്താണോ ആ ക്യാരക്ടറിൻ്റെ ഒരു സത്യം കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ട എന്തെങ്കിലും വേണം അങ്ങനെ വെക്കാൻ ഞാൻ തീരുമാനിച്ചില്ല. പക്ഷെ ഒരു മരണ വീട്ടിൽ ആണ് നടക്കുന്നത്. ഒരു വെള്ളപ്പൊക്ക സമയത്ത് അവരെയും അടക്കിനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് മൊത്തം നടക്കുന്നത് കൊണ്ട് അത് അവരുടെ റിയാക്ഷൻസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ അഞ്ജുവിൻ്റെ ഈ പറഞ്ഞ ഒരു ക്യാരക്ടറും ഗ്രാഫ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ മേ ബി ഈ പറഞ്ഞ ടീസറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഷോട്ട് ആയിരിക്കും മേ ബി ലാസ്റ്റ് ആയിട്ട് ലൈഫിൽ ചിരിച്ചിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സിനാറിയോയിലൊന്നും അഞ്ജുവിൻ്റെ ലൈഫിൽ പിന്നെ ചിരിയില്ല. പിന്നെ ഈ പറഞ്ഞ വേറൊരു സിറ്റുവേഷനിലാണ് ആ ചിരി ഉണ്ടാകുന്നത്. പിന്നെ ഈ പറഞ്ഞൊരു മെമ്മറി ഫുള്ളും മറ്റേ ഇറേസ് ചെയ്യുന്നൊരു കുറച്ച് സീനുകളുണ്ട്. ഈ പറഞ്ഞ ഹസ്ബൻഡിൻ്റെ മെമ്മറി മൊത്തം ഇനി വേണ്ട, വാച്ച് പോലും ഒളിപ്പിച്ച് വെക്കുന്ന മൊമെൻറ്റ്സിലൊക്കെ. ഈ അഞ്ജുവിൻ്റെ ക്യാരക്ടർ ഭയങ്കര കോംപ്ലക്സ് ആണ്. പക്ഷെ എന്നാലും ഈ എത്രത്തോളം ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നു ആരുമായിട്ടാണ്? പാർവതിയായിട്ട്. അഞ്ജുവിൻ്റെ ക്യാരക്ടേഴ്സിനെ പറ്റി ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുമായിരുന്നു. എപ്പോഴെന്ന് വെച്ചാൽ പാർവതി സ്ക്രിപ്റ്റ് കേട്ട് ഓൺ ബോർഡ് വന്നതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് മീറ്റ് ചെയ്യുകയും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു കോസ്റ്റ്യൂംസിനെ പറ്റിയും അതിനെ പറ്റിയൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ഷൂട്ടിങ്ങിന് തൊട്ട് മുമ്പും ഒരു ദിവസം ഒരു ഇമ്പോർട്ടൻറ്റ് സീൻസൊക്കെ ഒന്ന് വായിച്ച് നോക്കുന്ന സ്ക്രിപ്റ്റ് റീഡിങ് പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈവൻ ഈ സീൻസ് എടുക്കുന്നതിന് മുമ്പും നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്കൊന്ന് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള 2 ആക്ടേഴ്സാണ്. അപ്പം അവർ വന്ന ക്യാരക്ടേഴ്സിലേക്ക് ഇന്നായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളും അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പം പിന്നെ നമ്മൾ വളരെ കുറച്ച് ഡയറക്ഷൻസ് കൊടുത്താൽ മതി. ഇപ്പം പാർവതിയുടെ കാര്യം പറയുകയാണെങ്കിൽ പാർവതി ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടാണ് ഓരോ സീനിനും വരിക. അപ്പോൾ പാർവതിക്ക് കൃത്യം എല്ലാ സീനും അടുത്ത ഈ ദിവസത്തെ സീൻ എന്താണെങ്കിൽ മൊത്തം പ്രിപ്പയർഡ് ആയിട്ടാണ് വരിക. അപ്പം നമ്മൾ ആസ് എ ഡയറക്ടർ നമ്മുടെ വർക്ക് ഭയങ്കര എളുപ്പമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്താ എങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടിയോ അങ്ങനെയൊന്നും ആവശ്യം വന്നിട്ടില്ല പാർവതിയുടെ കാര്യത്തിൽ. പക്ഷേ ഈ കോംപ്ലക്സ് ക്യാരക്ടർ ആയതുകൊണ്ട് അത് ക്രാക്ക് ചെയ്യാൻ ഓഫ് കോഴ്സ് ആ ഇന്നാകുന്ന ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ ഫസ്റ്റ് ഷോട്ട് ഏതായിരുന്നു? ഇപ്പോൾ ഫസ്റ്റ് ഷോട്ട് എനിക്ക് തോന്നുന്നു ആ ഡ്രീം സീക്വൻസ് ആയിരുന്നു ഫസ്റ്റ് എടുത്തത്. പിന്നെ എനിക്കൊന്ന് കുറച്ച് ദിവസം ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും ആ അവർക്ക് അതിലേക്ക് ഇന്നാകും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അങ്ങ് പോവാണ്. ഈ കറിയൻ സൈനിഡ് ശരിക്കും ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ഭയങ്കര ഐക്കോണിക് ഷോ. ഈ പറഞ്ഞ ഡോക്യൂസ് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ കറിയൻ സൈനിഡ് വരുന്നത്. കാരണം ഇപ്പം അതിന് മുമ്പ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള ഇപ്പോൾ കുറേ സീരീസുകളുണ്ട്. ഇപ്പോൾ ബാഡ് ബോയ് ബില്ലിയനേഴ്സ് ആണെങ്കിലും ഈ റൊമാൻറ്റിക്സ് ഒക്കെ ആണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്കൊരു പ്രതീക്ഷയുണ്ട് റിയൽ ലൈഫിൽ പ്ലോട്ട് ചെയ്യുന്നതിൽ നെറ്റ്ഫ്ലിക്സ് വെക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ ഓവറോൾ അതിൻ്റെ പ്രോസസ്സിൽ എപ്പോഴെങ്കിലും ഈ മൈൻഡിലുണ്ടായിരുന്നു?
നമുക്ക് നമ്മളാ പ്രോജക്റ്റിലേക്ക് വരുമ്പോഴേ നമുക്കറിയാം നമ്മൾ നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയാണ് ഈ ഡോക്യു ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അത് ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ അവർ ചെയ്ത ഡോക്യൂസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഡോക്യു സീരീസാണ് ഡോണ്ട് ഫക്ക് വിത്ത് ക്യാറ്റ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യ എന്നുള്ളതാണെങ്കിൽ ബുരാരി ഹൗസ് ഓഫ് സീക്രട്സ് എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം ഓഫ് കോഴ്സ് നമ്മൾ ആ ഡോക്യുമെൻ്ററീസ് ഒക്കെ കാണും, അതിനെപ്പറ്റിയൊക്കെ ഡിസ്കഷൻസ് നടക്കും. അപ്പോൾ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കാറുണ്ട്. എല്ലാ സമയത്തും നമ്മൾ അവെയറാണ് ഇത് നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ചെയ്യുന്നൊരു വർക്കാണെന്നുള്ളത് കാര്യത്തിൽ നമ്മൾ അവെയറാണ്. പക്ഷേ അതേസമയം അതിനകത്ത് ഒരുപാട് ഫ്രീഡമും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ ഉണ്ട്. അപ്പം അതിനകത്തുനിന്ന് ഈ ഈ ഈ കഥ എത്രത്തോളം ഇമ്പാക്റ്റോട് പറയാമെന്നാണ് നമ്മളും ശ്രമിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിനും അതേ വിഷൻ തന്നെയാണുള്ളത്. ഈ കഥ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടും പറയണം എന്നുള്ളൊരു വിഷൻ തന്നെയാണ് അവർക്കുള്ളത്. വൈ ജോളി കേസ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എന്താണ് ജോളി കേസിൽ ഭയങ്കര അത് ഡോക്യു ചെയ്യാന്നുള്ള കാരണം? ബിക്കോസ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഫിക്ഷൻസ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് സീരിയലുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയും ട്രൂത്ത്ഫുൾ ആയിട്ട് മലയാളികൾക്ക് അടക്കം ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് ഇതാണത്. വൈ ജോളി കേസ് എന്നുള്ളത് എങ്ങനെ തോട്ട് വന്ന്? വൈ ജോളി കേസ് എന്നുള്ളത് എന്താ പ്രോജക്റ്റ് എൻ്റെ അടുത്ത് വരുവാണ് ചെയ്തത്. അവർ ആ സ്റ്റോറി ചെയ്യാൻ പോവായിരുന്നു. അപ്പം ഒരു ഡയറക്ടറിനെ അവർ നോക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് എൻ്റെ അടുത്ത് പ്രോജക്റ്റ് വരുന്നത്. അപ്പം ആദ്യം ഒരു ഡോക്യു ആണെന്ന് പറഞ്ഞപ്പം എനിക്ക് ഫിക്ഷനായിരുന്നു ആ സമയത്ത് കൂടുതൽ താല്പര്യം. ഇപ്പോഴും ഫിക്ഷനാണ് താല്പര്യം. അപ്പോൾ ഡോക്യു ആണെന്ന് പറഞ്ഞപ്പം എനിക്കൊന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെയും അത് ചെയ്യാൻ കാരണം ആ സ്റ്റോറി അത്ര ഫാസിനേറ്റിംഗ് ആണ്. ബിക്കോസ് നമ്മൾക്ക് എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല അങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സ്റ്റോറി പറയാനായിട്ട്. അപ്പം ഞാനത് ചെയ്യാമെന്ന് ആലോചിച്ച് നമ്മളതിനെപ്പറ്റി കുറച്ച് ദിവസം വായിച്ചപ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ഭയങ്കര എന്താണ് പറയേണ്ട ഒരു സ്റ്റോറി ആയിട്ട് തോന്നി. പിന്നെ അത് മാത്രമല്ല എനിക്ക് ഓർമ്മയുണ്ട് ഈ സ്റ്റോറി ആദ്യം ബ്രേക്ക് ചെയ്യുമ്പം ന്യൂസിൽ ബ്രേക്ക് ചെയ്യുമ്പം 2019 സംതിങ് ആണ്. അപ്പം എൻ്റെ വൈഫ് അന്ന് എന്നെ നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ രാത്രിയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനൊരു സ്റ്റോറി ബ്രേക്ക് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കേൾക്കണ്ട. കാരണം എനിക്കത് അന്ന് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഇനി അത് കേട്ട് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം പക്ഷേ എനിക്ക് ഭയങ്കര ക്രൈം സ്റ്റോറീസും ഒക്കെ കാണുകയും എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ഫിലിംസ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ആ സ്റ്റോറി ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു. പിന്നെ ഇത് വന്നപ്പോൾ എനിക്കതൊരു ഒരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നി. പിന്നെ ചെയ്ത് തുടങ്ങിയ സമയത്ത് പോലും എനിക്ക് തോന്നുന്നു ഒരു വൈകുന്നേരം 5 മണി ആ സമയമൊക്കെ ആകുമ്പം 6 മണിയാകുമ്പോൾ ഞാൻ പറയും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്ന് പറയും. കാരണം അതൊക്കെ ലൈക്ക് കഴിഞ്ഞിട്ട് അത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഉറക്കം പോകും അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യും എന്നുള്ളൊരു സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് വർക്ക് ചെയ്ത് എഡിറ്റിംഗ് സമയത്തൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 2 മണി 1 മണി 2 മണി വരെയൊക്കെ എഡിറ്റ് ചെയ്യുമായിരുന്നു. കാരണം എൻ്റെ ഉള്ളൊഴുക്കിൻ്റെ എഡിറ്റും സെയിം സമയത്ത് നടന്നു. അപ്പോൾ രാവിലെ ഉള്ളൊഴുക്കും വൈകുന്നേരം ഇതുമായിട്ടാണ് ചെയ്തത്. അങ്ങനെ എഡിറ്റ് ചെയ്തായിരുന്നു കുറേ സമയം. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും പിന്നെ നമുക്ക് രാത്രി 2 മണിക്ക് ഞാൻ പ്രവീണിൻ്റെ അടുത്താണ് എഡിറ്റ് ചെയ്യുക, പ്രവീൺ പ്രഭാകർ. അപ്പം പ്രവീണിൻ്റെ വീട് തൃപ്പൂണിത്തുറയാണ് ഫ്ലാറ്റ്. അപ്പം എഡിറ്റ് ചെയ്യാൻ ഇവിടെ ഒരു പുള്ളിക്കൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അവിടെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ രാത്രി വണ്ടി ഓടിച്ച് 2 മണി സമയത്തൊക്കെയാണ് തിരിച്ചു വരുന്നത്. പക്ഷെ അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എന്താ പറയുന്നത് നമ്മളെ ആദ്യം എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്തു ആ ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു പേടി ആ സമയത്തേക്ക് മാറി. പക്ഷെ അതെപ്പോഴും ഒരു ഫാസിനേറ്റിംഗ് സ്റ്റോറിയാണ്. ഒരുപാട് ലേയേഴ്സുള്ള ഒരുപാട് എന്താ പറയുന്നത്. പിന്നെ എനിക്ക് ഫാമിലി റിലേഷൻഷിപ്സ് അതിനകത്ത് നടക്കുന്ന കുറേ സീക്രട്സ് ആൻഡ് ലൈസ്. അപ്പോൾ അങ്ങനത്തെ സ്റ്റോറീസ് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു. അപ്പം കോയിൻസിഡൻ്റലി ഈ 2 സിനിമകളും ആ സമയത്ത് പാരലലി നടന്നു. അത് ശരിക്കും അതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഉണ്ടല്ലോ. കാരണം ഒന്നാമത്തെ കാര്യം അത് ഇപ്പോഴും സ്റ്റാൻഡ് ചെയ്യുന്നൊരു കേസാണ്. രണ്ടാമത്തെ കാര്യം ഇത് എല്ലായിടത്തും ഇപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പായിരുന്നെങ്കിൽ കൂടെ നമുക്ക് ഈ കുറച്ചധികം കൺഫ്യൂഷൻ. പക്ഷെ ഇത് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ എറയിൽ വന്നിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഒരു ചലഞ്ച്? ഈ റിസർച്ചും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എത്ര നാളത്തെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു? അതൊന്നും എനിക്ക് ഫുൾ ഫിലിം 2.5 years ആണ് എടുത്തത്. ഞാൻ സൈൻ ചെയ്തത് തൊട്ട് ഫൈനലി റിലീസ് വരെ 2.5 years എടുത്തു. അപ്പം റിലീസിന് എനിക്കൊന്ന് 1 മാസം മുമ്പ് വരെ ഒക്കെയാണ് നമ്മൾ ഗ്രേഡിങ് ഒക്കെ ചെയ്തത്. പിന്നെ ഐ മീൻ ഓഫ് കോഴ്സ് ചലഞ്ചിങ് ആയിരുന്നു. ഡോക്യുവിന് വേറെ തരത്തിലുള്ള ചലഞ്ചിങ് ആണ്. അതിൻ്റെ എഡിറ്റിങ് കുറേ കൂടെ നീണ്ട പ്രോസസ്സായിരുന്നു. ആ സ്ട്രക്ചർ ക്രാക്ക് ചെയ്യാൻ പാടായിരുന്നു. ഐ മീൻ ഇൻ ദ സെൻസ് ലൈക്ക് അതിലേക്ക് അത് തന്നെയാണ് റൈറ്റ് സ്ട്രക്ചർ എന്ന് റിയലൈസ് ചെയ്യാൻ പാടായിരുന്നു. ഒരു 18 വർഷം ഒക്കെ നടക്കുന്നൊരു സ്റ്റോറിയാണ്. അത്രയും സ്പാൻ ഉണ്ട് അതിന്. അപ്പോൾ അതെങ്ങനെ ഏറ്റവും നന്നായിട്ട് പറയാം എന്നുള്ളൊരു ചോദ്യം ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ റിയൽ
ആൾക്കാരെയാണ് ഡീൽ ചെയ്യുന്നത്, അവരുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ എത്തിക്കൽ മോറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആദ്യം തൊട്ട് അവെയർ ആയിരുന്നു. അപ്പം ഇതൊരു തരത്തിലും ആരെയും മോശമായിട്ടാണ് എന്ന് വെച്ചാൽ ആരെയും മോശമായിട്ട് ബാധിക്കാൻ പാടില്ല എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും വേർഷൻസ് പറയണം എന്നുണ്ടായിരുന്നു. നമ്മളൊരു ആസ് എ ഫിലിം മേക്കർ ഒരു സ്റ്റാൻഡ് എടുക്കുമല്ല, നമ്മളൊരു ജഡ്ജ്മെൻറ്റ് നടത്തുമല്ല, നമ്മളെല്ലാവരുടെയും വേർഷൻസ് പറയുവാണ്. അപ്പം അങ്ങനെ ഒരു അപ്രോച്ചിൽ ചെയ്തത്. അപ്പം അത് എന്താണ് ഒരുപാട് ചലഞ്ചസ് ഇതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ മ്യൂസിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ രണ്ട് വർക്കുകളും. കാരണം ഇപ്പോൾ സുഷിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈ ആവേശത്തിലൊക്കെ ഉള്ള റോള് ഭയങ്കര ഒരു എക്സ്പ്ലോഷൻ മ്യൂസിക് ഉണ്ടാക്കുക എന്നുള്ള, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ഭയങ്കര ഈ ആളെ കയറ്റുന്ന ഒരു പരിപാടി. പക്ഷേ ഇതിൽ കുറച്ച് ഇമോഷണലി ഗ്രിപ്പ് ചെയ്യിക്കുക, അതിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള. ശരിക്കും സുഷിനായിട്ടുള്ള ഒരു കൊളാബ് എങ്ങനെയാണ്? സുഷിനായിട്ട് ഭയങ്കര നല്ല എന്താണ് വർക്കിംഗ് പരിപാടിയായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരുപാട് നാൾ മുമ്പാണ് സുഷിൻ്റെ അടുത്ത് ആദ്യമായിട്ട് കഥ പറയുന്നത്. അപ്പോഴേ സുഷിൻ ഇഷ്ടപ്പെട്ടു. പിന്നെ എഡിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു. അപ്പം സുഷിൻ കംപ്ലീറ്റ്ലി ഇന്നായി. പിന്നെ സുഷിൻ ഒരു കാര്യം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയും. ലൈക്ക് അതിൻ്റെ ഇമോഷൻ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ നാൾ എഴുതി ഷൂട്ട് ചെയ്തു. അപ്പം നമുക്കൊരു ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റിവിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സുഷിൻ വീണ്ടും അത് ഫ്രഷ് ആയിട്ടാണ് കാണുന്നത്. അപ്പം സുഷിൻ കറക്റ്റായ ഇമോഷൻസ് പറയും. അപ്പം ഇതിവിടെ ഒരു ഇമോഷനാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ സുഷിൻ പറയും അത് വർക്കാവുന്നില്ലെങ്കിൽ സുഷിൻ അത് പറയും, എനിക്ക് ആ ഇമോഷൻ കിട്ടുന്നില്ല എന്ന് പറയും. നമ്മൾ വീണ്ടും തിരിച്ചു പോയിട്ട് അത് വീണ്ടും ഒന്ന് റീ എഡിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര എന്താണ് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ സുഷിൻ്റെ ഈ മ്യൂസിക് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അത് ട്രിം ചെയ്തു. അപ്പം ആ കറക്റ്റ് അതിൻ്റെ ഒരു ഇമോഷണൽ ഗ്രാഫ് പിടിക്കാനൊക്കെ സുഷിൻ്റെ മ്യൂസിക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ നമുക്ക് തന്നെ ഒരു റിയാലിറ്റി ചെക്കായിരുന്നു ആ പ്രോസസ്സിൽ ഇമോഷൻസ് എത്രത്തോളം വർക്കാവുന്നുണ്ട്, എവിടെ എന്താണ് ഡ്രാമ വർക്കാവുന്നുണ്ട് ഇല്ല, അത് നോക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ നോക്കാനുള്ളൊരു റിയാലിറ്റി ചെക്ക് കൂടെ ആയിരുന്നു സുഷിൻ്റെ കൂടെ. അപ്പം ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ അർജുൻ്റെ ക്യാരക്ടറും ഭയങ്കര കോംപ്ലക്സ് തന്നെയാണ്. കാരണം എല്ലാവരും കോംപ്ലക്സ് ആണെങ്കിലും ഈ നമുക്ക് ഒരിക്കലും പിടിതരാത്തൊരു ക്യാരക്ടർ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ അർജുൻ്റെ ക്യാരക്ടർ എങ്ങനെ അർജുനിലേക്ക് ആ ഒരു ഫേസ് വരുന്നത് ശരിക്കും? അത് ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടറാണ് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്, വർഷ. അപ്പം വർഷയാണ് ആദ്യമായിട്ട് അർജുൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ എനിക്ക് തോന്നുന്നു അർജുന സമയത്ത് ബോംബെയിലായിരുന്നു. അപ്പം ഓൺലൈനിൽ കുറേ മീറ്റിങ്സും സ്ക്രിപ്റ്റ് റീഡിങ്സും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പാർവതിയും അർജുനുമായിട്ട് ഒരു റീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സീൻ പാർവതിയുടെ ആദ്യത്തെ സീൻ ഇവർ രണ്ടുപേരുടെ വായിച്ചു ഓൺലൈനിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും നമ്മൾ ആദ്യം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു താഴത്തെ അവർ നിൽക്കുന്ന ഒരു ഹോട്ടലിൽ താഴത്തെ ഒരു എന്താ പറയുന്നത് വളരെ ഡാർക്ക് ആൻഡ് ഡിഞ്ചി ആയിട്ടുള്ള ബാറിലാണ് നമ്മൾ പോയിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ക്യാരക്ടറിനെ പറ്റി നേരിട്ട് കണ്ടിട്ട്. അപ്പം പിന്നെ അർജുനും കുറേ ദിവസം സെറ്റിലുണ്ടായിരുന്നു. ഇപ്പം അർജുൻ്റെ ഭാഗമൊക്കെ പിന്നാണ് എടുത്തെങ്കിലും ബിഗിനിങ് തന്നെ ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത 2 ദിവസം കഴിയുമ്പോൾ തന്നെ അർജുൻ സെറ്റിൽ വന്നിട്ട് ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്യായിരുന്നു കുറേ ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു വൈബ് കിട്ടാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ. പിന്നെ അർജുൻ പോയി പിന്നെ തിരിച്ചു വന്നിട്ടാണ് അർജുൻ്റെ പോർഷൻസ് എടുക്കുന്നത്. അപ്പം അതായിരുന്നു അർജുനായിട്ടുള്ളൊരു പ്രോസസ്സ്. ഈ വെള്ളക്കെട്ടൊക്കെ റീക്രിയേറ്റ് ചെയ്താണോ എങ്ങനെയാണ് ഒരു പരിപാടിയൊക്കെ? അത് രണ്ടും ഉണ്ട് സിനിമയിൽ. അത് റീക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഒറിജിനൽ വെള്ളപ്പൊക്കവും ഉണ്ട്. ഇത് ശരിക്കും എൻ്റെ അമ്മയുടെ വീട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ ആറാണ്, വീടിൻ്റെ പുറകിൽ പാടമാണ്. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും വെള്ളം പൊങ്ങുന്നതാണ്. അപ്പം പിന്നെ നമ്മൾ അപ്പം ഇത് ശരിക്കും നമ്മളൊരു സെറ്റ് ഇട്ടിട്ട് അവിടെ വെള്ളം പൊക്കുമല്ല, നമ്മൾ ഒറിജിനൽ സ്ഥലത്ത് വെള്ളം പൊക്കുവാണ്. അപ്പോൾ ഒറിജിനൽ വീടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വെള്ളം പൊക്കുവാണ്. അപ്പോൾ അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഫിലിമിൽ രണ്ടും ഉണ്ട്, ഒറിജിനലും ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്തതുണ്ട്. ക്രിയേറ്റ് ചെയ്യാൻ വലിയ ടാസ്ക് ആണല്ലോ. സ്വന്തം വീട് തന്നെയാണല്ലോ. അതെ. സ്വന്തം വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും അതും ഒരുപാട് നമുക്ക് ആ ലെവലിൽ നമ്മുടെ കൃത്യം വരണം. നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ അത് നിൽക്കണം. നമ്മൾ പറയുന്ന അത്ര സമയം അത് നിൽക്കണം. പിന്നെ നമ്മൾ സിങ് സൗണ്ടാണ് ചെയ്യുന്നത്. അപ്പം ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ പമ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും പറ്റില്ല. അപ്പം സൈലൻ്റ് ആയിരിക്കണം. അപ്പം നമ്മൾ രാവിലെ ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആ വെള്ളം അവിടെ നിൽക്കണം. അപ്പം അത് നിൽക്കുമോ, അങ്ങനെ ഒരുപാട്. അപ്പോൾ അതിനെ നിർത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഏത് പ്രോസസ്സ് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി എളുപ്പം ഏതായിരുന്നു? ഉള്ളൊഴുക്കാണോ ജോളി കേസാണോ കുറച്ചുകൂടെ? എനിക്ക് 2 പ്രോസസ്സും ചലഞ്ചിങ് ആയിരുന്നു. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ
ഉള്ളൊഴുക്കായിരിക്കും കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുണ്ടാകുക. കാരണം അതിൻ്റെ ഷൂട്ടിംഗ് കുറേ കൂടെ ഡിഫിക്കൽട്ടായിരുന്നു. കരയൻ സൈനിൻ്റെ ഷൂട്ടിംഗ് ഇത്ര ഡിഫിക്കൽട്ട് അല്ലായിരുന്നു. ഉള്ളൊഴുക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരുന്നു ഷൂട്ടിംഗ് പ്രോസസ്സ്. പിന്നെ പ്രോജക്റ്റ് മൗണ്ട് ചെയ്യാൻ എന്താണ് ഒരു ടൈം എടുത്തു. ബിക്കോസ് ഒരു ചെറിയ സിനിമയല്ല. കാരണം ഇത്രയും വെള്ളപ്പൊക്കം ഇങ്ങനത്തെ കുറേ പ്രൊഡക്ഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് അതിന് ആവശ്യമുണ്ട്. പിന്നെ ഫീമെയിൽ ലെഡ് സ്റ്റോറീസ് ആയതുകൊണ്ട് അത്രയും ബഡ്ജറ്റ് വെച്ച് മൗണ്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. പിന്നെ ഭയങ്കര ലോങ് ഒരു ജേർണി ആയിരുന്നു. 2016 എഴുതാൻ തുടങ്ങിയിട്ട് ഫൈനലി 24 ഫിലിം റിലീസ് ആവുന്നത്. 8 ഇയേഴ്സ് എടുത്തു ആ സിനിമ. കോവിഡ് വന്നു. അപ്പം അങ്ങനെ ഭയങ്കര പ്രശ്നമായി. കോവിഡിന്റെ ഇടയിലൊക്കെ ഇത് തന്നെയായിരുന്നു. അതെ, നമ്മൾ കോവിഡിന്റെ ഇടയിൽ ഒരു പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഈ വീട് തന്നെ പകുതി പരിപാടികളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. എന്നിട്ട് എൻ്റെ അമ്മച്ചിയും ഒക്കെ അവിടെ ആണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെ മാറ്റി അവർ ചാനാശ്ശേരിയിലൊരു വീട്ടിലേക്ക് മാറി. അപ്പോൾ ആ സമയത്താണ് കോവിഡ് പിന്നെയും ശക്തമായിട്ട് വരുന്നത്. അപ്പം നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ അപ്പം അവർ ശരിക്കും 1 വർഷം ആ വീട്ടിൽ താമസിച്ചു. പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പം ഇല്ല, അവരായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. വേറെ ആൾക്കാരായിരുന്നെങ്കിൽ അപ്പോൾ അമ്മച്ചിയൊന്നും ആ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല. വീട്ടിൽ തന്നെയാണ്. അമ്മച്ചിക്കൊന്നും 10 ദിവസത്തിൽ കൂടുതൽ പറമ്പുണ്ട്. എല്ലാ ദിവസവും പറമ്പിൽ പോകണം. പക്ഷേ അവർ 1 വർഷം അമ്മച്ചിയും എൻ്റെ അങ്കിളിപ്പം ദുബായിലാണ്. എന്നാലും അങ്കിളിൻ്റെ വൈഫ്, പിള്ളേർ അവരൊക്കെ ഒരു ബുദ്ധിമുട്ടും പറയാതെ നിന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ആരും ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ഫാമിലി സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മൾ പൊതുവേ ജേർണിയിൽ പറയുമ്പോൾ. കാരണം ഈ അന്ന് കഞ്ഞിയൊക്കെ ചെയ്യുമ്പോൾ 2013 അതെ 13 ഷൂട്ട് ചെയ്യുന്നത്. 2013 ഇപ്പൊ തന്നെ അറൗണ്ട് ഒരു 10 years അല്ലെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞ ഈ നമ്മളെ കൗണ്ടുകളും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ നമ്മുടെ ഈ നമുക്ക് ഇത്ര വർക്ക് ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു സംഭവം. ഈ ഫാമിലി എങ്ങനെ ഈ പറഞ്ഞ ഈ ഒരു ജേർണിയിൽ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ഇപ്പൊ പറഞ്ഞ ഫസ്റ്റ് ഫീച്ചർ ഫിലിം ആണല്ലോ ഉള്ളൊഴുക്ക്. അതെ, ഫാമിലി ഭയങ്കര നമുക്കൊരു സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാനും പറ്റില്ല. പിന്നെ ഒരിക്കലും ഒരു പ്രഷർ തന്നിട്ടില്ല ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ആദ്യമൊക്കെ എൻജിനീയറിങ് പഠിത്തം വേണ്ടാന്ന് തീരുമാനിച്ച് ഇതിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര അവർക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം പിന്നെ അങ്ങനെ ഒരു പ്രഷറും കാര്യങ്ങളും ഒന്നും തന്നിട്ടില്ല. അപ്പം അങ്ങനൊരു ഭയങ്കര സപ്പോർട്ടില്ലാതെ നമുക്ക് ഇത് ചെയ്യാനും പറ്റില്ല. പിന്നെ ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ ഫാമിലി എന്ന് വെച്ചാൽ അമ്മച്ചിയും അങ്കിളും ഒക്കെ. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആദ്യം ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ നമ്മൾ ഒരു 3 ദിവസം മുമ്പൊക്കെയാണ് തുടങ്ങാം പ്രീ പ്രൊഡക്ഷൻ എന്ന്. കാരണം ഈ കോവിഡ് ഒക്കെ വന്നതുകൊണ്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. നമുക്കറിയില്ല എന്ന് ലോക്ക്ഡൗൺ മാറും. അപ്പം പെട്ടെന്ന് ലോക്ക്ഡൗൺ മാറിയപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്നാണ് അവരോട് പറയുന്നത് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്, മാറാൻ പറ്റുമോ എന്ന്. അപ്പം ഫുള്ളൊരു വീട് മൊത്തം അവർ ഇത്രയും വർഷം താമസിച്ച വീട് മൊത്തം അവർ പെട്ടെന്ന് മാറേണ്ടി വരുവാണ്. അപ്പോൾ അതൊന്നും ഒരു മടിയില്ലാതെ അവർ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ഫാമിലിയുടെ സപ്പോർട്ട്. പിന്നെ ആ വീട്ടിൽ ഇത്രയും ഷൂട്ട് ചെയ്തു നമ്മൾ. അപ്പോൾ അറിയാമല്ലോ, സാധാരണ ഒരു വീട് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ആ വീടിന്റെ അവസ്ഥ പിന്നെ നമുക്ക് ഊഹിക്കാം. അതിനകത്ത് ഫുൾ വെള്ളം, പരിപാടികള്, വീട് ഫുൾ പിന്നെ ഭയങ്കര മഴ, എല്ലാ ദിവസവും മഴ ഇങ്ങനെ അടിച്ച് പെയ്ക്കൊണ്ടിരിക്കുകയല്ലേ. പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഒരു കംപ്ലൈൻറ്റും അവർ പറഞ്ഞില്ല. നമ്മൾ ഷൂട്ട് ചെയ്യണിക്കുമ്പോഴൊക്കെ അമ്മച്ചിയും അമ്മായിയും ഒക്കെ വീട്ടിലേക്ക് വന്നു. അപ്പം അങ്ങനെ ആരും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നാഷണൽ അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ ഫസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടുമ്പോഴത്തേക്ക് റിയാക്ഷൻ എന്തായിരുന്നു വീട്ടിലൊക്കെ? ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ 2013 ഞാൻ കിട്ടുമ്പോൾ ഞാൻ എൻ്റെ വേറൊരു മ്യൂസിക് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അമ്മയാണ് ആദ്യം വിളിക്കുന്നത്. അപ്പം എനിക്ക് നാഷണൽ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കത് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. കാരണം അതിനു മുമ്പ് ഒരു സ്റ്റുഡൻറ് അവാർഡ്സ് നടന്നിരുന്നു. അപ്പോൾ അതിന് കന്യയ്ക്ക് ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അത് അമ്മ ഇപ്പോൾ അറിഞ്ഞതാണോ, മാറിപ്പോയതാണോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇറങ്ങി. അപ്പം ഉടനെ തന്നെ എൻ്റെ വേറൊരു ക്ലാസ്മേറ്റ്, കോളേജിൽ പഠിച്ച മണിക്കുട്ടി എന്ന് പറഞ്ഞ ക്ലാസ്മേറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് നാഷണൽ അവാർഡ് ഉണ്ട്. അവളുടെ ഹസ്ബൻഡും മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്നിട്ടപ്പം പെട്ടെന്ന് ഞാൻ പോയി ഇൻ്റർനെറ്റിൽ പോയി നോക്കി. എനിക്ക് തോന്നുന്നു എൻ്റെ DOP ആ സമയത്ത് നരേഷ് DOPയോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് ഇൻ്റർനെറ്റിൽ പോയി നോക്കി.
അപ്പം ഈ INB മിനിസ്ട്രിയുടെ സൈറ്റിൽ എന്താണ് വന്നു, അനൗൺസ്മെൻറ്റും വന്നു. എനിക്ക് തോന്നുന്നു അവർ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് അറിയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കോൾസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അന്ന് എത്രയായിരുന്നു ബഡ്ജറ്റ് ഷോർട്ട് ഫിലിമിന്റെ? ഷോർട്ട് ഫിലിമിൻ്റെ ബഡ്ജറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മൊത്തമാണ് അത് ചെയ്യുന്നത്. എനിക്കത് കൃത്യം ഓർമ്മയില്ല. നമുക്ക് അവർ ആ പേയ്മെൻറ്റ്സ് മാത്രമേ തരുള്ളൂ. ബാക്കിയെല്ലാം അവിടുത്തെ ഫെസിലിറ്റീസും അവിടുത്തെ കാര്യങ്ങളും ആണല്ലോ. അപ്പോൾ എനിക്കത് കൃത്യം ഓർമ്മയില്ല. പക്ഷേ ഞങ്ങൾ ഫിലിം ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഫിലിം ഫിലിം 35mm ഷൂട്ട് ചെയ്യുന്നത്. അതും സിങ്ക് സൗണ്ടാണ് ഞങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത്. ബോംബെയിലാണ്. അപ്പം ഒരു സ്റ്റുഡിയോ ഒരു കന്യകയിലെ അത് മൊത്തം സെറ്റ് ഇട്ടിട്ടാണ്. സ്റ്റുഡിയോ ഫ്ലോറിനകത്ത് അത് മൊത്തം സെറ്റാണ്. അത് ഒറിജിനൽ ഇതല്ല. അപ്പോൾ അത് മൊത്തം നമ്മൾ എന്താണ് ശരിക്കും ഈ എന്താണ് കാർഡ്ബോർഡും ഇതൊക്കെ വെച്ചിട്ട്, കാർഡ്ബോർഡല്ല, മറ്റേ വുഡൻ പെയിൻ വെച്ചിട്ട് തുണി, അത് ഫുൾ സെറ്റാണ്. അപ്പോൾ അത് മൊത്തം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊരു ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ എനിക്കതിന് കൃത്യം ഓർമ്മയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് അത്രയും ഫെസിലിറ്റീസ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോ ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ളതും വലിയൊരു ചോദ്യം. ഇപ്പൊ ജൂനിയർ ഫെസ്റ്റിനുള്ളവർക്ക് കഴിഞ്ഞു, ഇറ്റ്സ് ഓവർ. എന്താ ഇനി അടുത്ത സിനിമകളെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ? ഒരു പ്രോജക്റ്റിന്റെ സംസാരം നടക്കുന്നുണ്ട് ഹിന്ദിയിൽ. മലയാളത്തിൽ 1-2 പ്രോജക്ട്സ് എഴുത്തും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പം ഇതിന്ന് രണ്ടിന്നും മാറി നിൽക്കുന്ന സിനിമ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്താണ് ഇതുപോലൊരു സിനിമയല്ലാതെ ഇതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്ന ഒരു സിനിമ അടുത്തത് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ചൈൽഡ്ഹുഡ് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ കണ്ട ചൈൽഡ്ഹുഡ് സൂപ്പർ ഹീറോസിനെ വെച്ചിട്ട് നമ്മൾ സിനിമ ചെയ്യാന്ന് പറഞ്ഞ ഇപ്പൊ ഋഷിമ മിസ് ചെക്ക് ലിസ്റ്റിൽ കണ്ടു. ഇപ്പൊ നമ്മള് കണ്ടിട്ടുള്ള ഇപ്പുറത്തെ ഒരു ഉണ്ടല്ലോ, മമ്മൂക്ക, ലാലേട്ടൻ, ഈ സുരേഷിനെ പോലെയുള്ള ആ തോട്ടൊക്കെ ഉണ്ട് അവരുടെ. തീർച്ചയായിട്ടും ഞാൻ അത് ആലോചിക്കാറുണ്ട്. അവരുടെ കൂടെ സിനിമ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനത്തെ, പക്ഷെ അവരെ എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റുന്നൊരു കഥയും സ്ക്രിപ്റ്റും ഒക്കെ വേണമല്ലോ. അപ്പം എന്താണ് അതൊക്കെ ഒരു വലിയ ആഗ്രഹമാണ് അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനും അവരെ വെച്ചിട്ടൊക്കെ. ഒരു ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ കൊറിയൻ സൈനൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യുക അങ്ങനെയൊക്കെ? വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഫഹദ് മെസ്സേജ് അയച്ചിരുന്നു, ജയേട്ടൻ ജയസൂര്യ വിളിച്ചിരുന്നു. പിന്നെ ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ റിലീസ് അതിങ്ങനെ ചെയ്ത സമയത്ത് ഞാൻ ശരിക്കും കേരളത്തിലില്ലായിരുന്നു, ഞാൻ ഇന്ത്യയിലില്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു. അപ്പം കുറേ പേര് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയും അങ്ങനെ ഒരു നല്ല റെസ്പോൺസ് ആയിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളിപ്പം ആരെങ്കിലും വിളിക്കാൻ പോവുകയാണെങ്കിലും അവരൊക്കെ എന്താണ് കൊറിയൻ സൈനയുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഈ പറഞ്ഞ അവരെ എക്സൈറ്റ് ചെയ്യിക്കാന്ന് പറയുമ്പോഴത്തേക്കും ഈ ജോണർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. പറഞ്ഞ അവര് കണ്ടിട്ടുള്ള ഇതിന്റെ ഡയറക്ടർ, ഫ്രണ്ട് ഡയറക്ടർ ഓഫ് കൊറിയൻ സൈന എന്ന് പറയുമ്പോഴും ഒരു വലിയൊരു പ്രഷർ ബാരിയർ ഉണ്ടല്ലോ അവിടെ. നല്ല വർക്കിന് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് വർക്കിന് എങ്ങനെയായിരിക്കും ആ ജോണറും ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആണ്, എക്സ്പ്ലോർ ചെയ്യുന്നതാണല്ലോ ഇവോൾവ് ആയിക്കോട്ടെ. ഏത് ജോണർ ആയിരിക്കും ഇനിയുള്ള സിനിമ? അങ്ങനെയില്ല, പക്ഷെ ഇപ്പം വർക്ക് ചെയ്യുന്ന 1-2 സബ്ജക്ട്സ് ക്രൈം ത്രില്ലർ സ്പേസിലൊക്കെയാണ്. പക്ഷെ വേറെ വേറെ ജോണേഴ്സ് ചെയ്യണം എന്നാണ് ആഗ്രഹം. മാസ് ആക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്. വലിയൊരു സ്കെയിലിൽ ഉള്ള പരിപാടികൾ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടമാണ്. എനിക്കൊരു പ്രത്യേക ജോണർ എന്നല്ല, ഏത് ജോണറിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഇഷ്ടമുള്ള മൂവി ഏതാ? മസാല. എനിക്ക് അടുത്ത കാലത്ത് ഇപ്പം ഒരു വർക്കായ ഫിലിം എന്താണ് പുഷ്പ. എനിക്ക് അങ്ങനത്തെ ഒരു ഫിലിമായിട്ട് പറയുവാണെങ്കിൽ അങ്ങനെ വർക്കായി. അല്ലെങ്കിൽ ഈ ആവേശത്തിൻ്റെ കുറേ പരിപാടികൾ, ആവേശം എനിക്ക് വർക്കായി. അതിനകത്തൊരു ഹ്യൂമറും കാര്യങ്ങളും ഫഹദ് ഭയങ്കര എക്സ്ട്രോർഡിനറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കും. ശരിക്കും ഒരു നോർമൽ ആക്ഷൻ അല്ലെങ്കിൽ മാസ് മസാല ഫിലിമിൻ്റെ കുറേ പരിപാടികൾ അതിനകത്ത് ചെറിയ ചെറിയ ട്യൂക്സോടുകൂടി അവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ കാണും. അപ്പം അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുന്നത്, ടേക്ക് ഓഫ് പോലെയുള്ള സിനിമകൾ, അതും ഒരു വലിയ സ്കെയിലിൽ ചെയ്യുന്നൊരു ഭയങ്കര ഡ്രാമ പരിപാടികളാണ്. അപ്പം അങ്ങനത്തെ ഫിലിംസും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇനിയും ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ഓഫ് വർക്ക് കൊണ്ട് ഈ പറഞ്ഞ ഭയങ്കര അടുത്ത കാലത്ത് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ടുള്ള പേരാണ് ക്രിസ്റ്റോ ടോമി. അപ്പോൾ ആ ട്രസ്റ്റ് ഈ പറഞ്ഞ നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.